all, welcome back to my channel. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ലിപ്സ്റ്റിക് ആണ്. ഞാനിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആൻഡ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സം ലിപ്സ്റ്റിക് ആൻഡ് ലിപ് ലൈനേഴ്സിനെ പറ്റിയുള്ള വീഡിയോ. ഓൾമോസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ള എല്ലാ ഷെയ്ഡ്സും ന്യൂഡാണ്. സോ അധികം വൈകാണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഫേസസ് കാനഡയിലെ ബ്രൗൺ ആഷസ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. സോ ക്രീമി ടെക്സ്ചർ, നോട്ട് ട്രാൻസ്ഫർ പ്രൂഫ് ഓർ സ്മർജ് പ്രൂഫ്. ഇത് നന്നായിട്ട് ട്രാൻസ്ഫർ ആവും. നമുക്കിത് ലോങ് ലാസ്റ്റ് ഒന്നും ചെയ്യില്ല, ബട്ട് സ്റ്റിൽ ഇതിൻ്റെ ഷെയ്ഡ് അടിപൊളിയാണ്. എവറിഡേ ഷെയ്ഡായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. എൻ്റെ ഒരു ഗോ ടു പ്രോഡക്റ്റാണ്. ആഫ്റ്റർ ഹാവിങ് ഫുഡ് എന്തായാലും ട്രാൻസ്ഫർ ആവും. ആൻഡ് നമുക്ക് ലോങ് ലാസ്റ്റ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് നമുക്കിത് റീഅപ്ലിക്കേബിൾ മസ്റ്റാണ്. ബട്ട് ഷെയ്ഡ് വൈസ് ദിസ് ഇസ് വെരി ഗുഡ് ഷെയ്ഡ് ആൻഡ് ഗോ ടു ഷെയ്ഡാണ്. ഇത് നമുക്കൊന്ന് സ്വാച്ച് ചെയ്ത് നോക്കാം. കണ്ടല്ലേ, ഇതാണ് ഷെയ്ഡ്. സോ ഇതൊരു നല്ല ഷെയ്ഡാണ്. എനിക്കിപ്പോൾ നല്ല ടോപ്പ് ഫേവറേറ്റ് എന്ന് പറയാം. അടുത്തത് ഫേസസ് കാനഡ വന്നിട്ട് നോട്ട് ടു സെൽഫ് പറയുന്ന ഒരു ഷെയ്ഡാണ്. സോ ഇത് ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ ഇത് ട്രാൻസ്ഫർ പ്രൂഫും അതെ, സ്മർജ് പ്രൂഫും അതെ, ആൻഡ് അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കൂടി റീഅപ്ലിക്കേബിൾ ചെയ്യേണ്ടി വരും, സം ഓയിലി ഫുഡ് അങ്ങനത്തതൊക്കെ എടുത്തപ്പോൾ. ബട്ട് അപ്പോർട്ട് ഫ്രം ദാറ്റ് ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോഡക്റ്റ്. സെറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ഷെയ്ഡ്. സോ ഷെയ്ഡ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇത് എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണിനും മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണ്. നമുക്കിപ്പോൾ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഇത് PSC പാക്കിൽ തന്നെ ഷെയ്ഡ് വന്നിട്ട് ബോംഷെല്ലാണ് ഷെയ്ഡ്. ഇത് എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഫേവറേറ്റൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇടുന്ന ഒരു ഷെയ്ഡാണ് ഇത്. നന്നായിട്ട് സ്മർജ് പ്രൂഫും അതെ, ട്രാൻസ്ഫർ പ്രൂഫും അതെ, ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ്. ആൻഡ് ഇതിൻ്റെ അപ്ലിക്കേറ്ററും നന്നായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ അപ്ലിക്കേറ്റർ വന്നിട്ട് ഇങ്ങനെയാണ്. ആൻഡ് ഇതിനെ നമുക്ക് സ്വാച്ച് ചെയ്ത് നോക്കാം. കണ്ടില്ലേ ഷെയ്ഡ്? എന്താ പറയുക, നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ്. കുറച്ച് പിങ്കിഷ് ബ്രൗൺ ആണ്. പിങ്കിഷ് ടെക്സ്ചറാണ്. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ലിപ്സ് ഇട്ട പോലെ തോന്നില്ല. സോ അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇത്. സോ ഇതൊരു നല്ല. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതൊരു ഇൻസൈറ്റിലത്തെ നമ്പർ 2 പീച്ചസ് ആണ് ഇത്. ഇൻസൈറ്റിലത്തെ ലിപ് സീറം ആണിത്. ലിപ് സീറം ബട്ട് അപ്ലിക്കേറ്റർ നന്നായിട്ടുണ്ട്. നല്ലൊരു അപ്ലിക്കേറ്ററാണ്. ആൻഡ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ള ലിപ്സ്റ്റിക് ഇതും ട്രാൻസ്ഫർ പ്രൂഫാണ്. സോ ഇത് നമുക്ക് സ്വാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു പീച്ചിഷ് ബ്രൗൺ ആണിത്. സോ ഒരു നല്ല ഒരു ഷെയ്ഡാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള എല്ലാ ലിപ്സ്റ്റിക്സ് എൻ്റെ ഒരു ടോപ്പ് ഫേവറേറ്റ് ആണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു നല്ല ഗോ ടു പ്രോഡക്ട്സ് ആണ് ഇതൊക്കെ. സോ ആൻഡ് ദിസ് ഇസ് ദ കളർ. ദിസ് ഇസ് ട്രാൻസ്ഫർ പ്രൂഫ് ആൻഡ് സ്മർജ് പ്രൂഫ്. ബട്ട് ഇഫ് യു ഹാവ് സം ഫുഡ് ഓർ ഓയിലി ഫുഡ് എനിത്തിങ് യു ഹാവ് ടു റീഅപ്ലൈ. പിന്നെ ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ ലിപ്പിൽ ഇട്ടെങ്കിൽ വാഷ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് മാത്രം ഇട്ടപ്പോൾ എനിക്ക് വാഷ് ഔട്ടായി. അതിന് ഞാൻ ഡാർക്കായിട്ടുള്ള ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ ഇട്ടിട്ട് ഞാൻ അതിനെ ഔട്ട്ലൈൻ കൊടുത്തിട്ടാണ് ഈ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്തത്. അടുത്ത ഷെയ്ഡ് ലിപ്സ്റ്റിക് അല്ല, ലിപ് ക്രയോൺ ആണ്. കുറച്ച് ദിവസം മുന്നേ വളരെ വൈറലായിട്ടുള്ള ഒരു ലിപ് ക്രയോൺ. ദിസ് ഇസ് ഫ്രം മാർസ്. ഷെയ്ഡ് ഈസ് ഗേൾസ്. എല്ലാവരുടെ കയ്യിലും ഇതൊരു ഷെയ്ഡ് ഉണ്ടാവും. ഇത് ഞാൻ സ്വാച്ച് ചെയ്ത് നോക്കാം. ഒരു നല്ല ബേൺഡ് ഓറഞ്ച് ഷെയ്ഡാണ്. സോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊരു ഷെയ്ഡ്. ആൻഡ് ഓൾ ഇന്ത്യൻ സ്കിൻ ടോണിനും നന്നായിട്ട് ചേരുന്ന ഒരു ലിപ് ക്രയോൺ ആണ്. ആൻഡ് ദിസ് ഇസ് ട്രാൻസ്ഫർ പ്രൂഫ് ആൻഡ് സ്മർജ് പ്രൂഫ്. ബട്ട് ലിപ്പ് നമ്മൾ ഡയറക്റ്റായിട്ട് ബെയർ ലിപ്പിൽ ഇത് അപ്ലൈ ചെയ്ത് ലിപ്പ് വന്നിട്ട് ക്രാക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഫസ്റ്റ് അപ്ലൈ സം ഗുഡ് ലിപ് ബാം. പിന്നെ ഇത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തെങ്കിൽ നന്നായിട്ടുണ്ട്. ഈസി ടു അപ്ലൈ. ലിപ് ക്രയോൺ ആയതുകൊണ്ട് വി ക്യാൻ ക്യാരി എനിവേ. ഒരു നല്ല ഒരു ലിപ് ക്രയോണാണ്. ഇൻ റീസെൻറ്റ് ഡേയ്സിൽ ഒരു നല്ല ഷെയ്ഡ്. ആൻഡ് ഇതൊരു അമൗണ്ടിന് ഇത് നല്ല അഫോർഡബിളും ആണ്. സോ ഇതൊരു അമൗണ്ടിന് ഒരു നല്ല പ്രോഡക്റ്റിന് നല്ല പ്രോഡക്റ്റാണ്. യു ക്യാൻ ബൈ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്
ലിപ് ലൈനേഴ്സ്. ലിപ് ലൈനേഴ്സ് ഒന്നും ഇടാറില്ല, ജസ്റ്റ് ഡയറക്റ്റായിട്ട് ലിപ്സ്റ്റിക് മാത്രമേ അപ്ലൈ ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ റീസെൻറ്റ് ഡേയ്സിൽ ഐ ആം അഡിക്റ്റഡ് ടു ലിപ് ലൈനേഴ്സ് ബിക്കോസ് അതൊരു നല്ല ഒരു ലിപ് ഷേപ്പ് തരും ആൻഡ് ലിപ്പിനെ കോൺടൂർ ചെയ്ത പോലെ ആയിരിക്കും നമ്മൾ ഈ ലിപ് ലൈനർ ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ. ആൻഡ് ഞാൻ മെയിനായിട്ട് ബ്രൗൺ ഷെയ്ഡ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ബിക്കോസ് എനിക്ക് ലൈക്ക് എൻ്റെ ഒരു ഫെയർ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ഡയറക്റ്റായിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇടുമ്പോൾ അത് വാഷ് ഔട്ട് ആവുന്നുണ്ട്. ഞാൻ ഡാർക്ക് ലിപ്സ്റ്റിക് എവിടെയെങ്കിലും ഇട്ടെങ്കിൽ ഓക്കെ, ബട്ട് ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ഇട്ടെങ്കിൽ എനിക്ക് എൻ്റെ ഫേസിൽ അത്ര നന്നായിട്ട് കാണാറില്ല. സോ ഐ പ്രിഫർ ലിപ് ലൈനർ. ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡ്സ് ഓർ ബ്രൗൺ ഷെയ്ഡ്സ് ഓർ പീച്ചസ് ഇങ്ങനത്തതൊക്കെ ഇടുമ്പോൾ ഞാൻ എന്തായാലും ലിപ് ലൈനേഴ്സിനെ യൂസ് ചെയ്തിട്ട് ഞാൻ ഇടും. അപ്പോൾ നമുക്ക് നമ്മുടെ ലിപ് ലൈനേഴ്സ് കാണാം. ഫസ്റ്റ് വൺ ഈസ് ഫ്രം സ്വിസ് ബ്യൂട്ടി. ഓക്കെ, സ്വിസ് ബ്യൂട്ടിയിലെ ഡാർക്ക് ചോക്ലേറ്റ് പറയുന്ന ഒരു ഷെയ്ഡാണ്, ഒരു നല്ല ഒരു ഷെയ്ഡാണ്. ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ള ഷെയ്ഡ് ഇത് തന്നെ. സോ ഇത് ഇട്ടിട്ടാണ് ഞാൻ ആ പീച്ച് ഷെയ്ഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യും. വെരി അഫോർഡബിൾ, ജസ്റ്റ് 69 റുപ്പീസേ ഉള്ളൂ. എനിക്കിത് 69 റുപ്പീസിലാണ് കിട്ടിയത്. സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഷെയ്ഡ്. നല്ല ഒരു ഷെയ്ഡാണ് ഇത്. നമുക്ക് ഞാൻ ചിലപ്പോഴൊക്കെ ഈ ലിപ് ലൈനർ തന്നെ ലിപ് ലൈനറും അല്ലാണ്ട് ലിപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഫിൽ ചെയ്യാറുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഫ്രം മാർസിലെ ബ്രൗൺ. ദിസ് ഇസ് ഓൾസോ മൈ ഫേവറേറ്റ്. ആൻഡ് ഇതിന് നമുക്ക് സ്വാച്ച് ചെയ്ത് നോക്കാം. ദിസ് ഇസ് സിമിലർ ടു ദറ്റ് സ്വിസ് ബ്യൂട്ടി, ബട്ട് ലിറ്റിൽ ബ്രൗൺ ആണ്. അത് കുറച്ചും ഡാർക്ക്, ഇത് കുറച്ച് ലൈറ്റാണ്. ബട്ട് ദിസ് ഇസ് വെരി 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 ഗുഡ് പ്രോഡക്റ്റ് ഐ വുഡ് സേ. ബിക്കോസ് ഇത് ഇട്ടപ്പോൾ ഇത് കുറച്ച് എനിക്ക് സ്വിസ് ബ്യൂട്ടിനേക്കാളും മാർസിലത്തെ പ്രോഡക്റ്റ് എനിക്ക് ലോങ് ലാസ്റ്റിംഗ് ആണ്. അത് ഇട്ടെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ചൊക്കെ ഫുഡൊക്കെ കഴിച്ച് അല്ലെങ്കിൽ ഒരു 2 hours ഒക്കെ കഴിയുമ്പോൾ ഒരിക്കലും കൂടെ റീഅപ്ലൈ ചെയ്യണം. ബട്ട് ഇതങ്ങനല്ല, ഒരു 3 to 4 hours എനിക്ക് എന്തായാലും ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു ലിമിറ്റ്. സോ ആൻഡ് അനദർ വൺ ഈസ് ഫ്രം അഗെയിൻ മാർസിലെ ഇത് മൗ മാജിക് എന്നാണ്, നമ്പർ 18. ദിസ് ഇസ് ഓൾസോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പിങ്കിഷ് ബ്രൗൺ ആണ്. സോ ഐ ജസ്റ്റ് സ്വാച്ച് കേട്ടോ. സോ ഇങ്ങനെ ഒരു പിങ്കിഷ് ബ്രൗൺ. ഫേസസ് കനഡ ബ്രൗൺ ആഷസ് ഉണ്ടല്ലോ, ഇത് രണ്ട് എപ്പോഴും ഞാൻ പെയർ ചെയ്യും. സോ അത്രയ്ക്കൊരു ബ്ലെൻഡ് ആവുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് രണ്ടിൻ്റെ ഷെയ്ഡ്സ് ഉണ്ടല്ലോ, നല്ല ഷെയ്ഡാണ്. സോ ഇതും ദിസ് ഫസ്റ്റ് വൺ, ഇത് രണ്ടാണ് ഞാൻ എപ്പോഴും പെയർ ചെയ്യുന്ന ഒരു. ഫൈനൽ വൺ ഈസ് ഫ്രം കെ ബ്യൂട്ടിയിലത്തെ ലിപ് ലൈനറാണ്. ഷെയ്ഡ് വന്നിട്ട് ഹൈപ്പ്. ദിസ് ഇസ് വെരി ലൈറ്റ് ബ്രൗൺ. ലൈറ്റ് എന്ന് വെച്ചാൽ അത്ര ലൈറ്റ്, എൻ്റെ ലിപ്പിൽ അത്രയ്ക്ക് കാണില്ല. ഇതിട്ടെങ്കിൽ എനിക്ക് ലിപ്പ് ലൈനർ ഇട്ട പോലെ കാണില്ല. ബട്ട് ലിപ്പിനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് റെഡ് ഇല്ല മെറൂൺ ഷെയ്ഡ് ഇങ്ങനത്തെ ഏതെങ്കിലും ഡാർക്ക് ഷെയ്ഡ് ഇടുമ്പോൾ എൻ്റെ ലിപ്പിന് അതൊരു ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇടും. ഇതിൻ്റെ മുകളിൽ തന്നെ ഞാൻ അത് അപ്ലൈ ചെയ്യും. ദിസ് ഇസ് നോട്ട് ഫോർ ഹൈലൈറ്റിംഗ് ദ ലിപ്പ്, ജസ്റ്റ് ടു ഷേപ്പ് ദ ലിപ്പ്. ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റില്ല ആൻഡ് കോൺടൂർ ചെയ്യാനായിട്ട് പറ്റില്ല ഇതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു സ്കിൻ ടോണിന്. സോ ഞാൻ ഇതിനെ ജസ്റ്റ് എൻ്റെ ലിപ്പിന് ഒരു ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ ഇതിടുള്ളൂ. ഇത് അപ്ലൈ ചെയ്തിട്ട് ഇതിന് മുകളിൽ ഞാൻ ഡാർക്കർ ഷെയ്ഡ്സ് യൂസ് ചെയ്യും. സോ ഇത് ഞാൻ സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. സോ ഇതാണ് ഷെയ്ഡ്. എനിക്കിത് ഇവിടെ കയ്യിൽ ഇട്ടപ്പോൾ ഇത്രയ്ക്ക് ഡാർക്ക് ഉണ്ട്, ബട്ട് എൻ്റെ ലിപ്സിലിട്ടപ്പോൾ എനിക്ക് ഇത്ര ഡാർക്കായിട്ട് കാണുന്നില്ല. ബട്ട് ദിസ് ഇസ് എ വെരി ഗുഡ് ഇൻ ടെക്സ്ചർ ആൻഡ് ഇറ്റ് ഇസ് വെരി 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 ലോങ് ലാസ്റ്റിംഗ് ആണ്. ആൻഡ് ഞാനിത് മേക്കപ്പ് ക്ലാസ് പഠിക്കാൻ പോകുന്ന സമയത്ത് എനിക്ക് ഞങ്ങളുടെ അവിടുത്തെ എൻ്റെ മെൻറ്റർ എനിക്ക് സജസ്റ്റ് ചെയ്ത ഒരു ലൈനറാണ്. ദിസ് ഇസ് വെരി ഗുഡ് പ്രോഡക്റ്റ് ആണ്. എൻ്റെ ഇപ്പോൾ കറൻറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ലൈനേഴ്സ് ആൻഡ് ലിപ്സ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്. ബൈ.